കൊടുക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ KSU കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ. ദേശീയ നേതാവ് പാറവച്ചതാണ് കൊട്ടാരക്കരയിലെ തിരിച്ചടിക്ക് കാരണമെന്ന് അൻവർ. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്നു. സംസ്ഥാനമാകെ വീശിയടിച്ച UDF തരംഗം കൊട്ടാരക്കരയിൽ ഇല്ലാതെ പോയതിന് കാരണം ഇതാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. കണ്ണനായർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണനായർ, ഗുഡ് മോർണിംഗ്. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ? ഇത് ഏത് തരത്തിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? കാരണം എന്താണ്? തന്നെ KSU നേതാക്കന്മാർക്ക് സീറ്റ് നൽകേണ്ടവരുടെ പട്ടിക ലഭിക്കേണ്ടവരുടെ പട്ടിക KSU ജില്ലാ നേതൃത്വം DCC നൽകിയിരുന്നു. എന്നാൽ അതിൽ ഒരാളെ പോലും പരിഗണിക്കാൻ ആദ്യം DCC തയ്യാറായില്ല. പിന്നീട് വലിയ പ്രതിഷേധം, ശക്തമായിട്ടുള്ള പ്രതിഷേധം പരസ്യമായിട്ട് തന്നെ DCCയിലെത്തി KSU നേതാക്കന്മാർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ രണ്ടുപേർക്ക് സീറ്റ് നൽകി ആ പ്രശ്നം രമ്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ DCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ജില്ലയിൽ എമ്പാടും ശക്തമായിട്ടുള്ള ഒരു UDF അനുകൂല തരംഗമുണ്ടായപ്പോൾ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ UDFന് സാധിച്ചില്ല. അതിന് കാരണം ദേശീയ നേതാവാണ് എന്നുള്ളതാണ് ഇപ്പോൾ അൻവർ സുൽഫിക്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതായത് കൊടുക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്, വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതും. ഞാൻ മാത്രം മതി, മാവേലിക്കരയിൽ ഞാൻ മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുമാണ് ഈ പാർട്ടിയെ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുത്തിയത്, സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത്, തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തിയെന്നുള്ളതാണ് KSUവിൻ്റെ വിമർശനം. ആ വിമർശനം പരസ്യമായി അൻവർ സുൽഫിക്കർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ജില്ലയിൽ ഉണ്ടാകരുതാത്തതാണ്. പക്ഷേ ഈ ഒരു വിഷയം കൊട്ടാരക്കരയ്ക്കെതിരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാജയം മൂലം ഉണ്ടായത് തന്നെയാണ്. കൊട്ടാരക്കരയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ KSU ജില്ലാ നേതൃത്വം ഉന്നയിക്കുന്നത്. ശരി, കണ്ണനാരായണ വിശദാംശങ്ങൾ പങ്കുവച്ചത്. KSU ജില്ലാ നേതൃത്വമാണ് ഇപ്പോൾ വലിയ ആരോപണങ്ങളുമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്.